ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവരും പഠിക്കാനൊക്കെ തുടങ്ങിയോ? ഇപ്പൊ സ്കൂൾ തുറന്നിട്ടല്ലേ ഉള്ളൂ. നിങ്ങൾ നല്ല മോട്ടിവേറ്റഡ് ആയിരിക്കും. പക്ഷേ ഒരു 3 ആഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേനും ഇത്രയും തന്നെ മോട്ടിവേഷൻ ഒന്നും നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. പഠിക്കാൻ മടി വരും. ശരിക്കും ആർക്കും എല്ലാ ദിവസവും ഫുൾ മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല. മടി വരും എന്നത് സ്വാഭാവികമാണ്. ചില ദിവസങ്ങളിൽ പഠിക്കില്ല, ചുമ്മാ ടൈം വേസ്റ്റ് ചെയ്യും. പക്ഷേ ഈ മടി കൂടുമ്പോഴാണ് അത് നിങ്ങളെ നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യുന്നത്. അപ്പൊ മാക്സിമം മടിയില്ലാതെ എനിക്ക് ക്ലാസ്സിൽ പഠിച്ച് എന്റെ ലക്ഷ്യം നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവര് മാത്രം ബാക്കി വീഡിയോ കാണുക. സ്റ്റെപ്പ് നമ്പർ 1, ദ ട്രൂത്ത് അബൌട്ട് മോട്ടിവേഷൻ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ലൈക്ക് ഒരു ഇമോഷൻ ആണ്. അത് വരും പോവും. മോട്ടിവേറ്റഡ് ആയിട്ട് ഞാൻ പഠിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഗോൾ നേടിയെടുക്കാൻ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും കേട്ടോ. ആൻഡ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് തന്നെ പഠിക്കാനുള്ള മോട്ടിവേഷന് വേണ്ടി ആണെങ്കിലും ഗൈസ്, ജസ്റ്റ് ഡോണ്ട് വെയിറ്റ് ഫോർ മോട്ടിവേഷൻ. അതിനു പകരം നിങ്ങൾക്കൊരു ട്രിഗർ ആണ് വേണ്ടത്. ഇത് പഠിക്കാനുള്ള സമയമാ എന്ന് നിങ്ങളുടെ ബ്രെയിനിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു ട്രിഗർ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ സ്റ്റഡി ടേബിളിന്റെ അടുത്ത് പോയിരുന്നാല്, നിങ്ങളുടെ ബുക്സ് എടുത്ത് ജസ്റ്റ് വായിക്കുമ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ട്രിഗർ സെറ്റ് ചെയ്യാം. ഇത് ഓരോ ദിവസവും ചെയ്യുക ആൻഡ് ഫൈനലി ഇറ്റ് ബിക്കംസ് എ ഹാബിറ്റ്. അതൊരു ഹാബിറ്റ് ആയിട്ട് മാറിക്കഴിയുന്നവരെ നിങ്ങൾ ഇഫേർട്സ് ഇടണ്ടുള്ളൂ. പിന്നെ നിങ്ങൾ മോട്ടിവേഷൻ ഇല്ലെങ്കിലും ദിവസവും കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കോളും. നമ്മൾ നമ്മുടെ ഡെയിലി ഹാബിറ്റ്സ് ഒക്കെ ചെയ്യില്ലേ, അതുപോലെ. സ്റ്റെപ്പ് നമ്പർ 2, ബിൽഡ് യുവർ സ്റ്റഡി എൻവയോൺമെന്റ്. നിങ്ങൾക്ക് പഠിക്കാൻ ഒരു പ്രോപ്പർ സ്ഥലം ഉണ്ടോ? ഫാൻസി സെറ്റപ്പോ എസ്തെറ്റിക് സ്റ്റഡി റൂമോ ഒന്നും അല്ലാട്ടോ ഞാൻ ഉദ്ദേശിച്ചേ. നിങ്ങളുടെ വീട്ടിലെ ഒരു സ്ഥലം, പ്രത്യേകിച്ച് കുറച്ച് ലൈറ്റിംഗ് ഒക്കെ കിട്ടുന്ന സ്ഥലം നോക്കി സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന പോലെ അതിനെ നീറ്റ് ആക്കുക, ഓർഗനൈസ് ചെയ്യുക. ഒരു കൺസിസ്റ്റന്റ് സ്പോട്ട്, അത്രയേ ഉള്ളൂ. ഒരു സ്റ്റഡി സ്പേസ് സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങൾക്ക് തന്നെ പഠിക്കാൻ താല്പര്യം തോന്നും. ടിപ്പ് നമ്പർ 3, ദ വീക്ക്ലി റീസെറ്റ് റിച്വൽ. ഓരോ ഞായറാഴ്ചയും ഒരു 15 മിനിറ്റ് സമയം എടുത്ത് നിങ്ങൾ ഈ വീക്ക്ലി റീസെറ്റ് ചെയ്യണം. ഇതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ പ്രകാരം നിങ്ങൾ ഈ വീക്ക് എന്തൊക്കെയാണ് പഠിച്ചത് എന്നുള്ളത് റിവ്യൂ ചെയ്യുക. രണ്ടാമതായിട്ട് അടുത്ത ആഴ്ചക്കുള്ള നിങ്ങളുടെ 3 ഗോൾ എന്താണ് അത് എഴുതുക. ഇപ്പോ നെക്സ്റ്റ് വീക്ക് ക്ലാസ് ടെസ്റ്റ് ഉണ്ട്, അതിൽ ഫുൾ മാർക്ക് വാങ്ങുക എന്നതാവാം, അല്ലെങ്കിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനാണെങ്കിൽ അതാവാം. അങ്ങനെ മൂന്നാമതായിട്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്റ്റഡി സ്പേസ് ഒന്ന് ക്ലീൻ ചെയ്യുക. അപ്പോ ഈ ചെറിയ റിച്വൽസ് നിങ്ങളുടെ ഗോൾസുമായിട്ട് നിങ്ങളെ എപ്പോഴും കണക്ട് ചെയ്യാൻ സഹായിക്കും. ലൈക്ക് നമ്മുടെ ഫോണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റീബൂട്ട് ചെയ്യില്ലേ, അതുപോലെ നന്നായിട്ട് പഠിക്കാൻ നിങ്ങളെയും ഒന്ന് റീബൂട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ടിപ്പ് നമ്പർ 4, വാട്ട് ടു ഡു വെൻ യു ഫീൽ ലൈക്ക് ഗിവിംഗ് അപ്പ്. ഇനി ഇതൊക്കെ ചെയ്തിട്ടും ഗിവ് അപ്പ് ചെയ്യാൻ തോന്നിയാലോ? യെസ് ഗൈസ്, അങ്ങനെയുള്ള ദിവസങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് ചിന്തിക്കുക. അതെ, നിങ്ങളുടെ ആ ഒരു ഗോൾ നേടിയെടുക്കാൻ വേണ്ടിയാണ്, ഫുൾ മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയാണ്, ഫുൾ A+ വാങ്ങിക്കാൻ വേണ്ടിയാണ്, ക്ലാസ് ടോപ്പർ ആവാൻ വേണ്ടിയാണ്. അങ്ങനെ പലർക്കും പല ഗോളല്ലേ ഉള്ളത്. ആൻഡ് ഇത്രയും ദിവസം പരിശ്രമിച്ചില്ലേ, കഷ്ടപ്പെട്ട് തന്നെ ഓരോ ദിവസവും നിങ്ങൾ മുന്നേറിയില്ലേ, ഇന്നെന്താ ഒരു 10 മിനിറ്റ് എങ്കിലും ഞാൻ മിനിമം പഠിക്കും എന്ന് തീരുമാനിക്കുക. ദാറ്റ്സ് ഓൾ. ദെൻ റെസ്റ്റ് എടുക്കുക. നാളെ എന്ന പുതിയ ദിവസം നിങ്ങളുടെ ജോലി നിങ്ങൾ വീണ്ടും ചെയ്യുക. നിങ്ങൾ ഈ മോട്ടിവേഷൻ തിരിഞ്ഞു പോരുത്. അത് നിങ്ങൾ തന്നെ ബിൽഡ് ചെയ്തെടുക്കേണ്ടതാണ് ഈ പറഞ്ഞ ഹാബിറ്റ്സിലൂടെ. നിങ്ങളുടെ കഴിവ് നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ്. അത് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം. എനിക്ക് നിങ്ങളുടെ വിശ്വാസമുണ്ട്. സോ ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങളിൽ ഒരാൾക്കെങ്കിലും യൂസ്ഫുൾ ആയെന്ന് കരുതാനാണ് എനിക്കിഷ്ടം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കും. അപ്പൊ നമുക്കിനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം.